നമ്മുടെ ഫ്രണ്ട്സ് ആപ്പ്, ഡേറ്റിംഗ് ആപ്പ്, ഇതിൻ്റെ പ്രൊമോ വീഡിയോസൊക്കെ ധാരാളം ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പും വീഡിയോസ് ചെയ്തിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ ചൂടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് തന്നെ നിലകൊള്ളുന്നു. മുമ്പേ പറഞ്ഞതുപോലെ 3 പേരുടെ പേരായിരുന്നു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ജാസ്മിൻ ജാഫർ, പിന്നെ ആലീസ് ക്രിസ്റ്റി, അതുപോലെ തനി മലയാളി, ഇവരൊക്കെ ആയിരുന്നു പ്രധാനമായിട്ട് ഇത് പ്രൊമോ വീഡിയോസൊക്കെ ഈ ഫ്രണ്ട്സ് ആപ്പിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെ കൂടാതെ തന്നെ ധാരാളം വേറെ ഇൻഫ്ലുവൻസേഴ്സും ഈ ഫ്രണ്ട്സ് ആപ്പിൻ്റെ പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യുന്നതായിട്ട് ധാരാളം പേര് കമൻസിലൊക്കെ പറഞ്ഞിരുന്നു. ഫ്രണ്ട്സ് ആപ്പ് എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ വളരെ സേഫായിട്ടുള്ള ആപ്പാണെന്നും അത് വോയിസ് റെക്കഗ്നിഷനൊക്കെയുള്ള ആപ്പാണെന്നും അതുകൊണ്ട് അത് ഉപയോഗിക്കാനായിട്ട് ഒന്നും പേടിക്കാനില്ലെന്നും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരൊക്കെ ഇതിനെ വാനോളം പുകഴ്ത്തിയൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ അവർ ഈ പണമൊക്കെ ഈ പ്രൊമോ ചെയ്യുന്ന ആപ്പുകാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് പ്രൊമോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ധാരാളം പേരെ ആകർഷിച്ച് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ പല പച്ചക്കള്ളങ്ങളും ഒക്കെ പറഞ്ഞാലേ സംഗതി ക്ലിക്കാകുകയുള്ളൂ. അല്ലാതെ വെറുതെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊന്നും ആരും വിശ്വസിക്കില്ല. ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ പോലെയല്ല, ആളുകൾ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള പലതും കാണുമ്പോൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരികയും ഇതിനെക്കുറിച്ചിട്ട് ധാരാളം യൂട്യൂബേഴ്സ് അതിൻ്റെ ദൂഷ്യ വശങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള നല്ല അറിവുകൾ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ആരും എളുപ്പത്തിലൊന്നും ഇതിൽ വന്ന് പെടാറില്ല. അതുകൊണ്ട് ഇവർ നല്ലവണ്ണം ഓരോരോ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടാണ് ഈ ആപ്പിലോട്ട് ആളുകളെയൊക്കെ വരുത്തുന്നത്. അപ്പോൾ ഇവരുടെ ഈ പ്രൊമോ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും മിക്ക ആളുകളും ഇന്നും ഇതൊക്കെ കണ്ടിട്ട് ഇതിൽ വന്ന് ചാടാറുണ്ട്. അതുകൊണ്ട് ഇതിനു മുമ്പ് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ ആണുങ്ങൾക്ക് ഈ ആപ്പിലോട്ട് കയറണമെങ്കിൽ പൈസ കൊടുക്കണം. പിന്നെ അങ്ങനെ പൈസ കൊടുത്ത് കയറിയാൽ ഈ ധാരാളം പെണ്ണുങ്ങളുമായിട്ടുള്ള ഈ കമ്പി വർത്തമാനവും ചാറ്റിങ്ങും വീഡിയോ ചാറ്റും അതുപോലത്തെ ഉള്ള മോശപ്പെട്ട രീതിയിലുള്ള ഈ ചാറ്റിങ്ങും ഒക്കെ ഉള്ള ഒരു തരം ആപ്പാണ് ഇതൊക്കെ. അങ്ങനെ ഒരു സന്ദർഭം അവർക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കായാൽ കാശ് കൊടുക്കണ്ട, അവർക്ക് വന്നിട്ട് ഈ ചാറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്ക് ഇതിൽ നിന്നും പണം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിപ്പിച്ചിട്ടൊക്കെയാണ് പലരും ഈ ആപ്പിനെ ചെന്നിട്ട് ഇൻസ്റ്റാളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും പലർക്കും ഇതെന്താണ് സംഗതി എന്നുള്ളത് അവർക്ക് അപ്പോഴാണ് യഥാർത്ഥത്തിൽ പിടികിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആപ്പുകൾ സമൂഹത്തെ വളരെ ദോഷകരമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. ഇതൊക്കെ കൊച്ചു കുട്ടികളൊക്കെ കാണാനായിട്ട് ഇട വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവി തന്നെ നശിച്ചു പോകുമെന്നുള്ളൊരു അവസ്ഥ. അങ്ങനത്തെ ആപ്പുകളൊക്കെയാണ് ഇതിൽ വന്നിട്ട് പ്രൊമോട്ടൊക്കെ ചെയ്യുന്നത് ഇവർ. അപ്പോൾ ഈ ആപ്പിനെ കുറിച്ചിട്ട് ധാരാളം യൂട്യൂബേഴ്സ് ഇതിനോട് പ്രതികൂലമായിട്ട് പ്രതികരിച്ചിട്ട് ഇതിൻ്റെ മോശവശങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അതിന് മറുപടിയായിട്ട് നമ്മുടെ ജാസ്മിൻ ജാഫറും തനി മലയാളിയും ഒക്കെ രംഗത്ത് വന്നിരുന്നത്. അപ്പോൾ ജാസ്മിൻ ജാഫർ വന്നിട്ട് ഒരു സ്റ്റോറി വഴിയും തനി മലയാളി വന്നിട്ട് ഒരു വീഡിയോ വഴിയുമാണ് ഇതിന് റിപ്ലൈ കൊടുത്തിട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ജാസ്മിനെ കുറിച്ചിട്ടാണെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല, ആരൊക്കെ എന്തൊക്കെ ചിന്തിച്ചാലും അതിൽ എനിക്ക് എന്താ കാര്യം, അവർ ചിന്തിക്കുന്നത് ചിന്തിച്ചു പോട്ടെ, ഞാൻ ചെയ്യുന്നത് അങ്ങനെ തന്നെ തുടരും എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല കഥ, സമൂഹത്തിനോട് എന്തുമാത്രം റെസ്പോൺസിബിലിറ്റിയാണ് പുള്ളിക്കാരിക്ക് ഉള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മനസ്സിലാകും. തനി മലയാളിയും ഇതിനോട് പ്രതികരിച്ചിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു പറയാം. ായിട്ട് ഒരു കൊളാബറേഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡിനായിട്ട് ഒരു കോള് വെക്കുക എന്നുള്ളതാണ്. ആ ഒരു കോളിൽ ബ്രാൻഡിന് ഒരു എംപ്ലോയി വന്ന് അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനുശേഷം ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കും. അതിനുശേഷവും നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡിന് വേണ്ടി നമ്മളൊരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ സ്ക്രിപ്റ്റ് നമുക്കും ബ്രാൻഡിനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.5 വർഷം മുന്നെയാണ് ഈ ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡിനായിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. അവരവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു. ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിങ് കം ഒരു ഡേറ്റിംഗ് ആപ്പാണെന്നുള്ളത്. മുന്നത്തെ എൻ്റെ വീഡിയോസിലും ഡേറ്റിങ്ങും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും
അത് റെഡിയാവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് 4 പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗെയിൻസ്റ്റ് വലിയൊരു എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ വായിക്കുകയോ ചെയ്ത ശേഷം നമ്മുടെ ഈ 4ാമത്തെ പ്രൊമോഷണൽ വീഡിയോ ലൈവ് പോയതിനു ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ 2 പേര് എനിക്കൊരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തു. അതിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചില മെസ്സേജസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 2 പേരുടെ മെസ്സേജാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗിച്ച് ഒരു ലേഡിക്ക് ഉണ്ടായ ഒരു മോശമായ അനുഭവമായിരുന്നു അവർ ആ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർട്ടിക്കുലർ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു. എനിക്ക് മെസ്സേജ് അയച്ച ഈ 2 ആൾക്കാരെയായിട്ടും ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവും അവരവരുടെ പേഴ്സ്പെക്റ്റീവും ഡിസ്കഷനിൽ വന്നു. നമ്മൾ കുറച്ചു നേരം അത് ഡിസ്കസ് ചെയ്തു. ഒരാൾ വന്ന് ഒരു കാര്യത്തെ പറ്റി മോശമായി അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുമ്പോഴേക്ക് ഒരു കാര്യം മോശമായി പോകുന്നില്ല എന്നായിരുന്നു ഞാനന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എഗെയിൻ ഇതൊരു പേഴ്സ്പെക്റ്റീവ് ആണ്, നിങ്ങൾ എല്ലാവരും ഇതിനോട് യോജിക്കണം എന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയില് ആ ഒരു ലേഡി വളരെ ജെന്യുവൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെയായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ 1-2 സ്ക്രീൻഷോട്ട്സ് എനിക്ക് എന്തോ ഇന്നലെ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും 3 തവണ ഈ ഒരു ആപ്പ് എന്നെ കൊളാബറേഷന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ആണത്. അതിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ്. അപ്പോൾ തനി മലയാളി ഇതിൽ വിവരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്ങനെയാണ് ഈ ഇമെയിലിൽ ഓരോ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വരുന്നത്, റിക്വസ്റ്റൊക്കെ വന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത്, ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് എങ്ങനെയാണ് ഇത് ഫൈനൽ ചെയ്യുന്നത് എന്നൊക്കെ അവർ ഇതിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ 3 മാസം വരെ ഇവരിത് ഉപയോഗിച്ചിട്ടും അതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. 3 മാസം വേണ്ട, 3 മണിക്കൂർ ഇതിനകത്ത് കയറി കുറച്ച് നോക്കിയാലേ കാര്യങ്ങളുടെ കിടപ്പുവശം എന്താണെന്നുള്ളത് ഉടനെ ലേഡീസിനൊക്കെ മനസ്സിലാകും. അത് എന്താണ് ഇവർ അത് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു ലോഗിനൊക്കെ ചെയ്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഈ ആപ്പ് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് അനുഭവിച്ചവരിൽ എല്ലാവരും തന്നെ പറയുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള മുമ്പ് നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇനിയും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അവരൊക്കെ പറയുന്നത് വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു തരം ഇത് വന്നിട്ട് ഒരു ഓൺലൈൻ പെൺവാണിഭം പോലെ, ഒരു ഡിജിറ്റൽ പെൺവാണിഭം പോലെയുള്ള സംഭവമാണ് എന്നൊക്കെയാണ് ഈ ഉപയോഗിച്ചവരൊക്കെ പറയുന്നത്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നത്, തനി മലയാളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും എല്ലാവരും ചിന്തിക്കുന്ന പോലെ അത്ര വലിയ തുകയൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. എന്തോ തുച്ഛമായിട്ടുള്ള എത്രയോ ചെറിയൊരു സംഖ്യ മാത്രമാണ് കിട്ടിയത്. അല്ലാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ 4 ലക്ഷവും 5 ലക്ഷവും ഒന്നുമല്ല കിട്ടിയിരിക്കുന്നതെന്ന്. ഇത് എന്തോ സമൂഹത്തിന് ഇതുകൊണ്ടൊന്നൊരു എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു ചിന്തയിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ കോമന്റ് സെക്ഷനിലും അതേപോലെ ചില ചാനലുകളിലും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോണ്ട് ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ഭീമമായ തുകകൾ വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് 4, 5, 6 ലക്ഷം രൂപയുടെ കണക്കൊക്കെയാണ്. ഈ 5 ലക്ഷം രൂപയുടെ 1/4 പകുതി പോലും ഞാൻ ആപ്പ് പ്രൊമോഷൻ പ്രൊഫഷനിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം പൈസയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു എലിഗേഷനാണ് എൻ്റെ നേരെ. അതുകൊണ്ട് തന്നെ
ആദ്യം തൊട്ടേ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയ ആൾക്കാർക്കോ അറിയുന്നുണ്ടായിരിക്കും എനിക്ക് കുറച്ച് പൈസ കിട്ടട്ടെ, എന്റെ ചുറ്റുമുള്ളവർക്ക് വരുന്ന ഉപദ്രവങ്ങൾ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ എനിക്കിത് പറയാനേ പറ്റുള്ളൂ, കാരണം എന്റെ നേരെ ഇങ്ങനെ ഒരു എലിഗേഷൻ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പലരും ഇതൊരു ജഡ്ജ്മെന്റൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കി കാണും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കും, വിശ്വസിക്കും ഒക്കെ. ഇത് കേൾക്കുമ്പോഴേക്കും എന്താ ഇതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനം, അതായത് ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഇതുപോലുള്ള ടീനേജ് ആയിട്ടുള്ള കുട്ടികളെയും ഒക്കെ വഴിതെറ്റിച്ച് വിടുന്ന ഒരു പ്രയോജനം മാത്രമേ ഇതുകൊണ്ട് ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ. അത് ഈ ഓപ്പൺ ടോക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് ഇത് കണ്ടുവരാറുള്ളത്. അപ്പോൾ ആ ഒരു സംസ്കാരമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നോക്കിയാൽ അത് അധികം കാലം ഇവിടെ ഓടുന്ന പരിപാടിയല്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുകയുമില്ല. അതുമാത്രവുമല്ല, ഇവർ വന്നിട്ട് ഈ പൈസയ്ക്കല്ലാതെ ഏതൊരു ഇൻഫ്ലുവൻസറും ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നും ലഭിക്കുന്ന നല്ലൊരു തുക കിട്ടാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ ഒരു സമൂഹത്തിന് ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ പുണ്യാളന്മാരായിട്ടൊന്നും ആരും ഇതൊക്കെ ചെയ്യുമെന്ന് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. എന്തായാലും തുച്ഛമായിട്ടുള്ള കാശിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇവർ ഇത്രയും വലിയ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും എല്ലാവരെയും വീഴ്ത്തുന്ന രീതിയിലുള്ള നല്ല നല്ല ഹൈലൈറ്റൊക്കെ ചെയ്തിട്ട് അതിനെ ഭയങ്കര ഒരു ഹൈപ്പൊക്കെ കൊടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് അവർക്ക് നല്ലൊരു രീതിയിൽ കിട്ടുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ തന്നെ ജാസ്മിനും തനി മലയാളിക്കൊക്കെ തുറന്ന് തന്നെ പറയാം, വളരെ കുറച്ച് തുകയാണ് കിട്ടുന്നതെങ്കിൽ അത് എത്രയാണ് എന്ന് ഇവർ തുറന്ന് പറയുന്നുമില്ല. എവിടെയും കുറച്ച് കിട്ടുന്നു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ എത്രയാണ് കിട്ടുന്നത് എന്ന് ഇവരാരും വെളിപ്പെടുത്തുന്നുമില്ല. ഈ ഒരു വിഷയം വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു അടുത്തിടെ. അപ്പം ഇവരുടെയൊക്കെ മറുപടി ഇതിൽ വന്ന് കണ്ടപ്പോഴേക്കും അതിനെക്കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതിയതും. കാരണം ഈ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇതുപോലുള്ള പ്രൊമോ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഈ അറിവുള്ളവരും വിവേകമുള്ളവരും ഒന്നും ഒരു ചതിക്കുടിയിലൊക്കെ പോയി ചാടില്ല. പക്ഷേ ഈ നിരപരാധികളും നിഷ്കളങ്കരുമായിട്ടുള്ള ആളുകൾ വളരെ പെട്ടെന്നായിരിക്കും ഇതുപോലെയുള്ള കെണികളിൽ ചെന്ന് അകപ്പെടുകയും പിന്നീടുള്ള അവരുടെ ജീവിതം എന്തായി തീരുമെന്ന് ഉള്ളത് ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും ഇവർക്കിതിൽ വലിയ കുലുക്കമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിലും തനി മലയാളിയെക്കുറിച്ചിട്ട് പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നല്ല കണ്ടൻറ്റൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണെന്നും എന്തോ ഒരു കാരണത്താൽ അവർ ഈ ഒരു ആപ്പിൻ്റെ പ്രൊമോ ചെയ്തുവെന്നും അവരെ ഇതിൽ കൂടുതൽ വലിച്ചെടുക്കേണ്ട കാര്യമില്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണെന്ന് അറിയില്ല. അപ്പോൾ അവരുടെ ചാനലൊക്കെ ആരെങ്കിലും ഫോളോ ചെയ്യുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിയാം. നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ന്യായമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഇത് സമൂഹത്തിന് വലിയൊരു വിപത്തായിട്ട് മാറും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതുപോലെയുള്ള ഓപ്പൺ ടോക്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതൊരു നല്ല കാര്യമാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് തുറന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഈ ഒരു വിഷയം ഒരുപാട് പേര് ആവർത്തിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയെങ്കിലും ഇതിനൊരു പര്യവസാനം വരട്ടെ. ഇതുപോലെയുള്ള ആപ്പുകളൊക്കെ ഇനിയും അധികം സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ ഉള്ള വഴികളായിട്ട് ഇത് ഒരു നല്ല രീതിയിൽ പോകുമെങ്കിലും എല്ലാ യൂട്യൂബേഴ്സും ശ്രമിക്കുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിലൂടെ പങ്കുവയ്ക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.